പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവെ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും പിന്നതുകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിധവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാ സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിലെ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി പേര് നമ്മുടെ ഡെയിലി ബ്രെഡിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നവർ പലരും ഡെയിലി ബ്രെഡ് റെഫർ ചെയ്യുന്നുണ്ട്. ഇന്നലെയും കൊണ്ട് ഒരാൾ റെഫർ ചെയ്തു. എന്നുവെച്ചാൽ അവർക്ക് ഗേറ്റ് വെക്കാൻ പറ്റണില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഡെയിലി ബ്രെഡിൽ ഇടയ്ക്ക് പറയാറില്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ മൊബൈലുമായിട്ട് ആ സ്ഥലത്ത് പോയി നിന്ന് പ്രാർത്ഥിക്കുകയും ഡെയിലി ബ്രെഡ് കൂടുകയും അതിൻ്റെ പ്രാർത്ഥനയുടെ ആശീർവാദത്തിൻ്റെ സമയത്ത് ആ സ്ഥലത്ത് നിങ്ങൾ പോയി ആ സ്ഥലത്തെ ആശീർവദിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. ഇന്നലെ അങ്ങനെ ഒരു സാക്ഷി നല്ല വന്നത് എന്താ വെച്ചാൽ അവർ വർഷങ്ങളായിട്ട് അവർക്ക് പല തടസ്സങ്ങളും പല ശത്രുതയും കാരണം പലരുടെയും ശത്രുത കാരണം ഗേറ്റ് വെക്കാൻ പറ്റണില്ലായിരുന്നു.
8 ദിവസം ഈ ഡെയിലി ബ്രെഡ് കഴിഞ്ഞതിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ് ആ സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ച ആ സമയത്ത് 8 ദിവസങ്ങൾക്കുള്ളിൽ തടസ്സന്മാർ ഒരു ഗേറ്റ് വെച്ച്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ അത് നമ്മുടെ ഇപ്പം ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോയ്ക്ക് എന്ത് തോന്നിയെന്നാണ് പറയണത്? കരുതൽ തോന്നി അല്ലേ? അവരുടെ അനുകമ്പയാണ് തോന്നിയത്. അത് വായിച്ചത് മത്തായി 9:36. മത്തായി 9:36. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ അതായത് ദൈവത്തിന് നമ്മളോട് അനുകമ്പ തോന്നുമ്പോൾ തന്നെ ആ ലൈഫ് സിറ്റുവേഷൻ ചേഞ്ചാകുകയാണ്. എന്താണ്? അവിടെ വിശപ്പ് മാറി, അവിടെ വിശപ്പ് അന്വേഷിക്കാനും കേൾക്കാനും തിരക്കാനും ഒക്കെ ഒരാളുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനങ്ങളുടെ എല്ലാത്തിൻ്റെ ഒരു ഇൻ്റർലോക്ക് വചനങ്ങളാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഒരു കാര്യം ചെയ്താൽ ഉടനെ ദൈവം അത് പറഞ്ഞില്ലെങ്കിലും പ്രതീക്ഷിക്കണം. എന്താണെന്ന് വെച്ചറിയാം, അത് മറിച്ച് നമ്മളും ചെയ്യണമെന്നാണ്. പക്ഷെ അത് ഭയങ്കര ദൈവം ഒരു കാര്യം ചെയ്താൽ അതിൻ്റെ ഒരു ഇൻ്റർലോക്ക് സിസ്റ്റം എന്ന് പറയുന്നത് മറിച്ച് പരസ്പരമാണ് ഈ വിഷയം. അതായത് നമ്മളും അതുപോലെ ചെയ്യണമെന്നാണ്. അതിലെ നീയും പോയി അതുപോലെ ചെയ്യാനൊക്കെ ഈശോ പറയത്തില്ലേ? അതിനടുത്ത് ലൂക്ക 10:37 യേശു പറഞ്ഞു നീയും പോയി അതുപോലെ ചെയ്യുക. നീ നല്ല സമരിയക്കാരൻ്റെ ഉപമയിൽ പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പം നീയും പോയി അതുപോലെ ചെയ്യുക. അപ്പം ദൈവം ഉദ്ദേശിക്കണത്, ദൈവം എന്തെങ്കിലും വചനം പറഞ്ഞാൽ നമ്മളത് കേൾക്കുക മാത്രമല്ല, നമ്മൾ തിരിച്ച് മറ്റുള്ളവരോടും ഇനി ദൈവത്തോടും അതുപോലെ തന്നെ ചെയ്യണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അത് വലിയൊരു കാര്യമാണ്. കാരണം എനിക്ക് മുട്ടുവേദന നല്ല പോലെയുള്ള ആളാണ്. അപ്പോൾ ഹസ്ബൻഡ് പറയാറുണ്ട്, നിനക്ക് നടക്കാൻ പറ്റില്ല, അധികം നേരം നിൽക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഉണ്ട് എനിക്ക്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞാൻ പക്ഷേ കുഴപ്പമില്ല, ഞാൻ എത്തിക്കാം എന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു. പക്ഷേ അത് സാധിച്ചു. ഞാൻ അതുപോലെ തന്നെ മാതാവിനെ എന്നും കൊന്ത കെട്ടുന്ന ഒരാളാണ്. അത് ഇവിടെ വരുന്ന ദിവസങ്ങളിലെല്ലാം ഞാനിവിടെ കൊന്ത കെട്ടി ഇവിടെ വയ്ക്കും മാതാവിനെ. അപ്പം ഞാൻ പ്രാർത്ഥിക്കും, മാതാവ് ഈ കൊന്ത ചെല്ലുന്ന ആൾക്കാരുടെ പ്രാർത്ഥനയിൽ എൻ്റെ പ്രാർത്ഥനകളും കൂടി ഉൾപ്പെടുത്തണേന്ന്. അങ്ങനെ 2 വർഷം കഴിഞ്ഞ വഴിക്ക് മോളുടെ ഹസ്ബൻഡിനും കുഞ്ഞിനെയൊക്കെ പോകാൻ സാധിച്ചു. കാനഡയ്ക്ക് എത്തി അവർ. ഇപ്പം 10-14 വർഷമായിട്ട് ഇതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു സ്ഥലത്ത് ഭർത്താവിന് പ്രോപ്പർട്ടി ആയിട്ട് കിട്ടിയിട്ടുള്ളതാണ്. അതിൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു. അതിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അതിൽ കേസ് ഒത്തുതീർപ്പിലെത്തുകയും അതിനോട് അനുബന്ധിച്ച് നമുക്ക് കിണർ കുത്തി വെള്ളം കാണാനും അതിൽ കണക്ഷൻ എടുക്കാനും എല്ലാം സാധിച്ചു. അതൊരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് മാതാവ് എനിക്ക് തന്നിരിക്കുന്നത്.
കഴിഞ്ഞ മാസം തന്നെ ഇതുപോലെ തന്നെ ഞങ്ങൾ കാറിൽ ഇതിൽ പാസ് ചെയ്യായിരുന്നു സമയത്ത് ആരും എത്തണേക്കാൾ മുന്നേ ആയിട്ട് തന്നെ ഞങ്ങൾക്കൊരു കാറിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. അതിൽ ഞങ്ങൾ വണ്ടിയിൽ കയറുമ്പോൾ ഞാൻ എപ്പോഴും തൈലം പുരട്ടും വണ്ടിയുമേ. അതുപോലെ വണ്ടിയിൽ എപ്പോഴും പ്രാർത്ഥനയും കൃപാസനത്തിലെ പ്രാർത്ഥനയും കൊന്തയാണ് ഞങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുക എപ്പോഴും. അങ്ങനെ വന്ന് വണ്ടി ആക്സിഡൻറ്റ് ഉണ്ടായി. പക്ഷേ ഞങ്ങൾക്കൊന്നും രണ്ടുപേർക്കൊന്നും സംഭവിച്ചില്ല. വണ്ടിക്ക് കുറച്ച് ഫ്രണ്ട് സൈഡിൽ കുറച്ച് ആക്സിഡൻറ്റ് വലിയൊരു ഇതായിരുന്നു, അപകടമായിരുന്നു. പക്ഷേ അത് എങ്ങനെയോ അത് രക്ഷപ്പെട്ടു. ഞങ്ങൾ അങ്ങനെ ഒരു അത്ഭുതം ദൈവം ഞങ്ങൾക്ക് തന്നു. ഇത് കൂടാതെ തന്നെ ഞങ്ങൾ നിയോഗത്തിൽ ഒരു അനുജൻ്റെ വീടിനെ പണിയാനായിട്ട് അവനെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് പൈസയുടെ. അപ്പോൾ അത് കാരണം കൊണ്ട് അവൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞിരുന്നു, ചേച്ചി ഉടമ്പടി എടുത്തതല്ലേ, ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ 2020 അവർക്ക് വീട് പണി തുടങ്ങാൻ സാധിച്ചു. ചെറുതും വലുതായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. എല്ലാറ്റിനും അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. അതുകൂടാതെ ഞാൻ ഈ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നതിൽ അതിൽ പത്രങ്ങൾ ഞാൻ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലാണ്, വാർഡുകളിലാണ് കൊടുക്കാറ്. അതുപോലെ തന്നെ കുർബാന അവിടെ കണ്ട് അവിടെ വരുന്ന ആളുകൾക്കും കൊടുക്കും. ഞാൻ പറയും, മറ്റു മതസ്ഥര വരികയാണെന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞിട്ടേ ഞാൻ കൊടുക്കുള്ളൂ. അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ നിർബന്ധിക്കാറില്ല ആരേനെ. അതുപോലെ നമ്മൾ ചോറ് കൊണ്ട് കുറച്ച് ചോറ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിരുന്നു. അത് കൊടുക്കുമ്പോൾ നമുക്ക് മെഡിക്കൽ കോളേജിലൊക്കെ അത് കൊടുക്കാൻ സാധിക്കുന്നില്ല, സേഫ്റ്റിയുടെ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഇത് ലൈസൻസ് ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട്. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ റൗണ്ടിൽ തന്നെ അത് കൊടുക്കാനായിട്ട് പരിശ്രമിക്കാറുണ്ട്. മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. ഞാൻ ബിജി ലൂയിസ് കാഞ്ഞങ്ങാട്. എന്നെ വിവാഹം കഴിച്ചിരിക്കുന്നത് കർണാടക സ്റ്റേറ്റിലെ ഷിമോഗയിലേക്കാണ്. ഞങ്ങൾ കഴിഞ്ഞ 2023 ജനുവരി 17 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാനും എൻ്റെ സഹോദരി ബേബിയും കൂടിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞങ്ങളോട് ഒരു ചേച്ചി, കാഞ്ഞങ്ങാടുള്ള ലൗലി എന്ന് പറയുന്നൊരു ചേച്ചിയാണ് വന്ന് കൃപാസനത്തെക്കുറിച്ച് ഞങ്ങളോട് പറയുന്നത്. നിങ്ങൾ പോയി ഉടമ്പടി എടുത്തിട്ട് വാ. ആദ്യത്തെ ഞങ്ങളുടെ നിയോഗം ഞങ്ങളുടെ സഹോദരൻ്റെ വിവാഹമായിരുന്നു. വിവാഹം 10-12 വർഷമായിട്ട് അവൻ്റെ വിവാഹം ഞങ്ങൾ ആലോചിച്ചു. ഒരുപാട് ആലോചനകൾ വന്നു, ഒന്നും ശരിയായില്ല. വന്ന വിവാഹാലോചനകൾ ഒരുപാട് മുടങ്ങിപ്പോയി. ആദ്യമൊക്കെ അവൻ വിവാഹം വേണ്ട എന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. അതിനുശേഷം പിന്നെ വിവാഹം കഴിക്കാൻ മനസ്സ് വന്നപ്പോൾ ഒന്നും ശരിയാകുന്നില്ല. ഒരുപാട് 12 വർഷത്തോളം ഞങ്ങൾ അന്വേഷിച്ചു, ഒരുപാട് അന്വേഷിച്ച് നടന്നു. പക്ഷേ എങ്കിലും ഒന്നും ശരിയായില്ല. അതിൻ്റെ പേരിൽ ചാച്ചനും അമ്മയും ഞങ്ങൾ 3 സഹോദരിമാരും കുടുംബത്തിൽ എല്ലാവരും ഒത്തിരി വിഷമത്തിലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഞങ്ങൾ 2023 ജനുവരി 17 ഉടമ്പടി എടുത്തു. ആദ്യത്തെ നിയോഗം സഹോദരൻ്റെ വിവാഹമായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. 2 മാസത്തിന് ശേഷം മാർച്ച് 19, അതും ഒരു നോമ്പുകാലമായിരുന്നു. നോമ്പുകാലമായിട്ടും ചാച്ചന് അന്ന് കുറച്ച് സീരിയസ് ആയിരുന്നു. അസുഖങ്ങൾ, ക്രിയാറ്റിൻ ലെവൽ കൂടി, ഹാർട്ട് പ്രോബ്ലം, അതിൻ്റെ കൂടെ കൊറോണ അറ്റാക്ക്, ഇങ്ങനെ ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് വന്നു. ഡോക്ടേഴ്സ് കുറച്ച് സീരിയസ് കണ്ടീഷനാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് മകൻ്റെ വിവാഹം നടന്നു കാണണമെന്നുള്ളത് ചാച്ചൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ബിഷപ്പിനോട് പള്ളിയിൽ ചെന്ന് ഫാദറിനോട് പറഞ്ഞപ്പോൾ ഫാദർ പറഞ്ഞു, നോമ്പുകാലമാണല്ലോ, ഇപ്പോൾ എങ്ങനെ കല്യാണം നടത്തും? എന്നാലും ചാച്ചൻ്റെ ഒരു അപ്പൻ്റെയും അമ്മയുടെയും ആഗ്രഹമല്ലേ മകൻ്റെ വിവാഹം നടന്ന് കാണണമെന്നുള്ളത്. മകന് 45 വയസ്സായി. എൻ്റെ സഹോദരൻ്റെ 45 വയസ്സായിരുന്നു. 30 വയസ്സിന് മുതൽ അന്വേഷിക്കുന്നതായിരുന്നു. 45 വയസ്സായി. അപ്പോൾ അപ്പൻ്റെ അമ്മയുടെ ഒരു ആഗ്രഹമല്ലേ മകൻ്റെ വിവാഹം നടന്ന് കാണണമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ബിഷപ്പിൻ്റെ ഓർഡർ വാങ്ങി മാർച്ച് മാസം 19 തന്നെ, അത് നോമ്പുകാലമായിട്ട് കൂടി പള്ളിയിലെ ഫാദർ പറഞ്ഞു, അധികം ആഘോഷങ്ങളോ പരിപാടികളോ ഒന്നും പാടില്ല, അധികം ആൾക്കാരും പാടില്ല, ലളിതമായ രീതിയിൽ പള്ളിയിൽ വെച്ച് വിവാഹം നടത്താമെന്ന്. അങ്ങനെ ബിഷപ്പിൻ്റെ ഓർഡർ കിട്ടി. നോമ്പുകാലത്ത് പെട്ടെന്ന് എല്ലാവരെയും വിളിച്ചു കൂട്ടരുത്, 5 പേർ മാത്രമേ ആകാവുള്ളൂ എന്ന് പറഞ്ഞു. എങ്കിലും വിളിച്ചു വന്നപ്പോൾ ബൈജു എന്നാണ് എൻ്റെ സഹോദരൻ്റെ പേര്. ബൈജുവിൻ്റെ വിവാഹം എന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും അതൊരു അതിശയമായിരുന്നു. എങ്ങനെ ഇത്രയും പെട്ടെന്ന് വിവാഹം? പെൺകുട്ടി എവിടെയാണ്? എങ്ങനെ നിങ്ങൾക്ക് ഇത് സാധിച്ചു? എല്ലാവരും ഫോൺ വിളിച്ച് ചോദിക്കുവാൻ തുടങ്ങി. തലേന്നാണ് ഞങ്ങൾക്ക് ബിഷപ്പിൻ്റെ ഓർഡർ കിട്ടുന്നത്. അങ്ങനെ പെട്ടെന്ന് വീട്ടുകാർ, ബന്ധുക്കൾ എല്ലാവരെയും വിളിച്ച് അറിയിച്ചു.
നാളെ ബൈജുവിൻ്റെ വിവാഹമാണ്. പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു. ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞങ്ങൾക്കിത് സാധിച്ചത്. അതുകൊണ്ട് എല്ലാവരും നാളെ വരണമെന്ന്. അങ്ങനെ 5 പേരെന്ന് പറഞ്ഞെടുത്ത് 60 പേരെ വെച്ച് പള്ളിയിൽ വെച്ച് വിവാഹം നടത്തി. പള്ളിയിൽ വെച്ച് തന്നെ ലളിതമായ രീതിയിൽ അച്ഛൻ പറഞ്ഞു, നോമ്പുകാലമായതുകൊണ്ട് നോൺ വെജ് അങ്ങനെ ഇങ്ങനെയുള്ള ആഘോഷങ്ങളോ പരിപാടികളോ ഒന്നും പാടില്ല, ലളിതമായ രീതിയിൽ പച്ചക്കറി ഐറ്റംസ് വെച്ച് മാത്രം ഒരു ലളിതമായ ഒരു ഭക്ഷണം കൊടുത്ത് എല്ലാവരെയും അയക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പള്ളിയിൽ വെച്ച് തന്നെ ലളിതമായ രീതിയിൽ ഒരു നല്ല രീതിയിൽ ആ വിവാഹം നടന്നു. അത് വലിയൊരു അത്ഭുതമായിരുന്നു. കേട്ടവർക്ക് എല്ലാവരും പറഞ്ഞു, നിങ്ങൾ പോകണം, എന്തായാലും നിങ്ങൾ പോയി സാക്ഷ്യം പറയണം. ഞങ്ങൾക്കും ചെറിയൊരു ചമ്മലക്കയായിരുന്നു വന്ന് സാക്ഷ്യം പറയുവാനും. സ്റ്റേജിൽ ആദ്യമായിട്ട് കയറുകയാണ്, അതിൻ്റെ ഒരു ചമ്മലക്കയുണ്ട്. അപ്പോൾ എല്ലാവരും വിളിച്ചിട്ടും പള്ളിയിലുള്ളവർക്ക് എല്ലാവർക്കും കേട്ട് അതൊരു ഞെട്ടലായിരുന്നു. ബൈജുവിൻ്റെ വിവാഹം എത്ര പെട്ടെന്ന് എങ്ങനെ നടന്നു. നിങ്ങൾ കൃപാസനത്തിൽ അമ്മയുടെ ഒരു അത്ഭുതം തന്നെയല്ലേ ഇത്. അത് എന്തായാലും പോയി സാക്ഷ്യം പറയണം. കേട്ടവർ ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു. ഈ ഞങ്ങളെ പറഞ്ഞു വിട്ട ചേച്ചിയും വിളിച്ചു പറഞ്ഞു. ഒരുപാട് പ്രാവശ്യം ഞങ്ങളെ ഫോൺ ചെയ്ത് പറഞ്ഞു, നിങ്ങൾ പോകണം, എന്തായാലും കൃപാസനത്തിൽ പോകണം, അമ്മയോട് ഇതിന് പോയി നന്ദി പറയണം. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. സഹോദരൻ്റെ വിവാഹം നടന്നു. അതെല്ലാവർക്കും ഒരു വളരെ അത്രയ്ക്കും സന്തോഷകരമുള്ള ഒരു കാര്യമായിരുന്നു. നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടുകയും വിവാഹം നടക്കുകയും അവളിപ്പോൾ വീട്ടിൽ നല്ല സന്തോഷമായി അവർ രണ്ടുപേരും ജീവിക്കുന്നു. പിന്നെ എൻ്റെ മോളുടെ വിവാഹം എന്ന് പറഞ്ഞാൽ അവൾക്ക് 27 വയസ്സായി. അവൾക്ക് ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു നീട്ടി വെച്ചുകൊണ്ടേയിരുന്നു. അവളുടെ ഫ്രണ്ട്സിൻ്റെ എല്ലാവരുടെയും വിവാഹം കഴിഞ്ഞു. അതും നല്ല രീതിയിൽ നല്ലൊരു ജീവിത പങ്കാളിയെ കാണിച്ചു തരികയും അമ്മ മാതാവ് ഭംഗിയായി ഈ ജനുവരി 6-ാം തീയതി നല്ല ഭംഗിയായി തന്നെ വിവാഹം നടത്തി തന്നു. അവളും സന്തോഷമായി ജീവിക്കുന്നു. പിന്നെ എൻ്റെ സഹോദരിക്ക് ഒരു ഭവനം വേണമെന്നുള്ളത് എൻ്റെ ഒരു നിയോഗമായിരുന്നു. അതും ഈ ജനുവരി 12-ാം തീയതി ഞങ്ങൾക്ക് അത്രയും വർഷം അവർ 5 വർഷമായിട്ട് വാടക വീട്ടിലായിരുന്നു. അതുകൊണ്ട് സ്വന്തമായിട്ടൊരു ഭവനം വേണമെന്നുള്ളത് അവരുടെ ആഗ്രഹമായിരുന്നു. ഞാൻ കഴിഞ്ഞ ജനുവരി 17-ന് ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ എന്നോട് സഹോദരിയുടെ പേര് ബിന്ദു എന്നാണ്. ബിന്ദു പറഞ്ഞു, എനിക്കും ഒരു വീട് വേണമെന്നുള്ളത് നീ ഒരു നിയോഗത്തിൽ വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് വെച്ചു. അതും ഈ ജനുവരി 12-ാം തീയതി സ്വന്തമായിട്ടൊരു ഭവനം കിട്ടി. നല്ലൊരു ഭവനം തന്നെ കിട്ടി. അതും സന്തോഷകരമായി നടന്നു. ആ ഒരു നിയോഗം അമ്മ മാതാവ് ഞങ്ങൾക്ക് നടത്തി തന്നു. പിന്നെ സഹോദരിയുടെ മകൻ UK-യിൽ പോയി. അവനും അവിടെ വിദ്യാഭ്യാസം എല്ലാം അവൻ്റെ കൂടെ പോയ ഫ്രണ്ട്സ് എല്ലാവരും ഫെയിലായി. അതും ഒരു നിയോഗത്തിൽ ഞാൻ വെച്ചിരുന്നു. അവൻ്റെ എഡ്യൂക്കേഷൻ, അവൻ്റെ ജോലി എല്ലാം നല്ല ഭംഗിയായി അമ്മ മാതാവ് നടത്തി തരണമെന്നത്. അതും നല്ല ഭംഗിയായി തന്നെ അവൻ എഡ്യൂക്കേഷനിൽ നല്ല ഉയർന്ന മാർക്കോടുകൂടി പാസ്സാവുകയും അവന് നല്ലൊരു ജോലി ലഭിക്കുകയും ചെയ്തു. അതും നിയോഗത്തിലെ ഒരു കാര്യമായിരുന്നു. പിന്നെ എൻ്റെ അമ്മയ്ക്ക് കഴിഞ്ഞ ആഗസ്റ്റിൽ ഉടമ്പടിക്ക് ശേഷമായിരുന്നു പെട്ടെന്ന് ഒരു കുഴപ്പമില്ലാതെ അമ്മ വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് നടന്നിരുന്ന എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു രാത്രിയിൽ സ്ട്രോക്ക് വന്നതിന് ശേഷം അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ഡോക്ടർ പറഞ്ഞു 24 hours കഴിയാതെ ഒന്നും പറയാൻ കഴിയില്ല, തലയിൽ സ്ട്രോക്ക് എത്രത്തോളം സ്പ്രെഡായിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുന്നില്ല, CT സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അതിനുശേഷം അമ്മയെ അവിടെ നിന്നും മംഗലാപുരത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടുന്ന് ഞങ്ങൾ ആംബുലൻസിൽ കയറ്റുമ്പോഴും അമ്മ കോമ സ്റ്റേജിലായിരുന്നു. അമ്മ കണ്ണു തുറക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഡോക്ടർ പറഞ്ഞു ക്രിട്ടിക്കൽ സ്റ്റേജാണോ, ഒന്നും പറയാൻ പറ്റില്ല, 24 hours ശേഷം മാത്രമേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്നത്. ആംബുലൻസിൽ അമ്മയെ കയറ്റിയിട്ടും അമ്മ കണ്ണു തുറക്കുകയോ അമ്മ അനങ്ങുകയോ കൈ അനയ്ക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ല. അപ്പോൾ ഈ സഹോദരി ആംബുലൻസിൽ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങ് കർണാടകയിലായിരുന്നു. ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു, അമ്മയെ ആംബുലൻസിൽ കയറ്റിയിട്ടും അമ്മയ്ക്ക് ഒരു മാറ്റവുമില്ല, അമ്മ അറിഞ്ഞു പോലുമില്ല, അമ്മ കണ്ണ് തുറന്നിട്ടില്ല, സംസാരിക്കുന്നില്ല, ഒന്നുമില്ല എന്നും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. അത് കേട്ടതും ഞങ്ങൾക്കും ഒത്തിരി വിഷമമായി. ഞങ്ങളും കരഞ്ഞുപോയി, പൊട്ടിക്കരഞ്ഞു. ഞാൻ വീട്ടിലിരുന്ന് മുട്ടുകുത്തി പ്രത്യക്ഷീകരണ പ്രാർത്ഥന കണ്ണീരൊഴുക്കിയും എന്നെക്കൊണ്ട് എത്രത്തോളം പ്രാർത്ഥിക്കാൻ പറ്റുമോ അത്രയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചത് മംഗലാപുരം അമ്മ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പേ
അമ്മ കണ്ണ് തുറന്ന് സംസാരിക്കണേ എന്നായിരുന്നു. അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തോ ഒരു സുഗന്ധം എൻ്റെ അടുക്കൽ വന്നു. എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. എന്നെ തന്നെ ഞാൻ നോക്കി സ്മെല്ല് എന്തെങ്കിലും എന്നെ ഇല്ല. എൻ്റെ ഹസ്ബൻഡ് അടുത്ത് വന്നിരുന്നു. ഹസ്ബൻഡിനോട് ഞാൻ ചോദിച്ചു, എന്തെങ്കിലും പെർഫ്യൂം അടിച്ചിട്ടുണ്ടോ, എന്താ ഈ സ്മെല്ലെന്ന്. ഇല്ല, ഒന്നുമില്ല. പിന്നെ എന്താ ഒരു സുഗന്ധം വരുന്നുണ്ടല്ലോ, എന്താ അതെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, അത് മാതാവ് അടുത്ത് വന്നതായിരിക്കും, നീ പ്രാർത്ഥിച്ചിരിക്കുകയല്ലായിരുന്നു ഇത്രയും നേരം അമ്മയ്ക്ക് വേണ്ടി, അതുകൊണ്ട് മാതാവ് അടുത്ത് വന്നതായിരിക്കും, മാതാവിൻ്റെ സൗഖ്യം കൊണ്ടായിരിക്കും ആ സുഗന്ധം വന്നതെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഈ സഹോദരി അമ്മയുടെ കൂടെ ആംബുലൻസിലുണ്ടായിരുന്നില്ല. അവർ മംഗലാപുരം എത്തുന്നതിന് മുമ്പ് തന്നെ അമ്മ കണ്ണ് തുറക്കുകയും അമ്മ സംസാരിക്കുകയും ചെയ്തു. അമ്മ ചിരിച്ചുകൊണ്ടാണ് ആംബുലൻസിൽ നിന്നും ഇറങ്ങി വന്നത്. ഇങ്ങനെ ഞങ്ങൾക്ക് മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. ഇനിയും ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്.